തിരുവനന്തപുരം ജില്ല ഇടതുപക്ഷം അടക്കി ഭരിക്കുന്ന ജില്ല, ബി.ജെ.പിക്ക് സ്വാധീനം ഏറെയുള്ള ജില്ല. അവിടെ കോൺഗ്രസിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടു വരുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അതിന് പ്രധാന കാരണം ബി.ജെ.പി വളരുന്നു ഈ ജില്ലയിൽ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയ പ്രചരണത്തിന്റെ പുറത്ത് കാലങ്ങളായി തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്ന ശശി തരൂരിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് കടത്തിവിട്ടത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊടികുത്തി വാഴുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ വട്ടിയൂർക്കാവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ച 2011 രൂപീകൃതമായ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി നിന്ന, കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന സമയത്ത് അന്ന് 3-ാം സ്ഥാനത്തായിരുന്ന ഇടതുപക്ഷം VK പ്രശാന്ത് എന്ന മേയർ ബ്രോ എന്ന പേരിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായ VK പ്രശാന്തിനെ മത്സരിപ്പിച്ച് തിരിച്ചുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ 3-ാം തരത്തിലേക്ക് പിന്തള്ളിക്കൊണ്ട് BJP വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. അങ്ങനെ BJPക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒക്കെ ഇടം നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ BJPക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നതിന് പ്രാധാന്യമേറെയുണ്ട്. VK പ്രശാന്ത് അടുത്ത തവണയും വട്ടിയൂർക്കാവിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എങ്കിൽ വിജയിക്കുവാൻ കഴിയുമെന്നും, യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള, തിരുവനന്തപുരം ജില്ലക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള, വട്ടിയൂർക്കാവിൽ വിജയ സാധ്യത ഏറെയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് VK പ്രശാന്ത്. ആ VK പ്രശാന്തിനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്തുള്ള ഒരു നേതാവ് കോൺഗ്രസിലുണ്ട്. ആ നേതാവ് അത് മറ്റാരുമല്ല, K മുരളീധരനാണ്. കോൺഗ്രസിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുമെന്ന സ്ഥിതിയിലെല്ലാം കോൺഗ്രസിന്റെ മാനം കാക്കുവാൻ, കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള ഒരു ആനയെ പോലെ മത്സരിക്കുവാൻ എത്തുന്ന ഏറ്റവും പ്രധാനിയായ ഒരു നേതാവ് തന്നെയാണ് K മുരളീധരൻ. ആ K മുരളീധരൻ തന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു എന്ന് പറഞ്ഞ ആ നാൾ തന്നെ K മുരളീധരൻ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിന്റെ MLA ആയി മത്സരിക്കുവാൻ പോകുന്നത് എന്ന വാർത്ത വളരെ ശക്തമായി പരക്കുകയുണ്ടായി. അപ്പോഴും K മുരളീധരൻ പറഞ്ഞത് താൻ മത്സരിക്കുവാൻ സന്നദ്ധനല്ല, പാർട്ടി പറഞ്ഞെങ്കിൽ മാത്രമേ മത്സരിക്കൂ, പാർട്ടി തീരുമാനത്തിന്റെ മുകളിൽ ഒരു തീരുമാനവും K മുരളീധരൻ എടുക്കില്ല എന്ന തരത്തിലേക്കുള്ള അഭിപ്രായം പറയുകയുമുണ്ടായി. ഇവിടെ K മുരളീധരനല്ലാതെ മറ്റാരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന നിരവധി പേർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് K മുരളീധരൻ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത്. 2011 രൂപീകൃതമായ ആദ്യ ദിനം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇടതുപക്ഷത്തിനെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരം സെക്കൻഡ് എന്നും പിന്നീട് തിരുവനന്തപുരം നോർത്ത് എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന കുറേയേറെ സ്ഥലങ്ങൾ ചേർന്നുകൊണ്ടുണ്ടായ മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. 3 തെരഞ്ഞെടുപ്പുകൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ്. അതിൽ 2 തവണ K മുരളീധരനും 2 തവണ VK പ്രശാന്തും വിജയിച്ച, ഇഞ്ചോടിഞ്ച് തലയെടുപ്പോടുകൂടി മത്സരിച്ച് വിജയിച്ചു നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. 2021 ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത വോട്ടുകൾ, BJP സ്വരുക്കൂട്ടിയ കോൺഗ്രസ് വോട്ടുകൾ, അത് VK പ്രശാന്തിന്റെ അടിയുറച്ച വിജയത്തിന്റെ പ്രധാന കാരണമായി മാറിയെന്ന് സംശയം ഏതുമില്ലാതെ പറയുവാൻ സാധിക്കും. ആ സാഹചര്യം 2021 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുകയാണ് എങ്കിൽ കോൺഗ്രസിന് വട്ടിയൂർക്കാവ് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് അധികാരത്തിലേറുവാനുള്ള ഒരു സീറ്റിന്റെ ബലം നഷ്ടപ്പെടും. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ K മുരളീധരനെ മത്സരിപ്പിക്കുക എന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യുവാൻ പോകുന്നത്. K മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. ആ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ നായർ ഭൂരിപക്ഷമേറെയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നായർ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ നേതാവ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20-ലേറെ വാർഡുകൾ ചേരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വ്യക്തിപ്രഭയുടെ അടിസ്ഥാനത്തിൽ വിജയിച്ചു വരുന്ന 2 പ്രധാന മുഖങ്ങൾ, അതോടൊപ്പം തന്നെ നായർ സമുദായത്തിന്റെ പിൻബലത്തോടു കൂടി വിജയിച്ചു വരുന്ന 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ. നായർ സമുദായത്തിന് പ്രാധാന്യമേറെയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ K മുരളീധരന് സാധ്യതയുണ്ട്. VK പ്രശാന്തും K മുരളീധരനും തമ്മിൽ നേർക്കുനേർ പോരടിക്കും 2026. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും 2026 വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കുക? അതിന് K മുരളീധരനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്ത VK പ്രശാന്ത് എന്ന മേയർ ബ്രോയ്ക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ തലയെടുപ്പുള്ള, വ്യക്തിപ്രഭയുള്ള 2 നേതാക്കന്മാർ, ഒന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ്, മറ്റൊന്ന് യുവമുഖമായ VK പ്രശാന്ത്. കാണാം ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്ന്.